ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ റിലേഷൻഷിപ്പിലും കാണുന്ന ഒരു കാര്യമാണ്. അതായത് ഫ്രണ്ട്സുക്കിടയിൽ, ഭർത്താവിനിടയിൽ, മാതാപിതാക്കൾക്കിടയിൽ, മക്കൾക്കിടയിൽ അല്ലേ? അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തോടെ വീട്ടിലെവിടെയെങ്കിലും ഒരു ചളി കണ്ടാൽ നമുക്ക് ദേഷ്യം വരും അല്ലേ? വീട് നല്ല നല്ല ക്ലീനായി കിടക്കുന്ന ഒരാൾക്ക് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം ഓടും എന്താ, ഇത് എൻ്റെ മോൻ്റെ പണി തന്നെയാണ്, അവൻ തന്നെ ഇത് ചെയ്തേ എന്നുള്ള ഒരു ചിന്ത വരും അല്ലേ? അവൻ വരട്ടെ വന്ന് കൊടുക്കാം. അപ്പോൾ അവനെ കണ്ട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കുറ്റപ്പെടുന്ന സമയത്ത് അവൻ തീർത്ത് പറഞ്ഞത് അവനല്ല എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കിത് മനസ്സിലായി, ഇത് അവൻ്റെ ഉപ്പയായി ചെയ്തത് അല്ലേ? അതാണ് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മളങ്ങ് കുറിച്ചിടും. ഈ കാര്യം ഇവനാ ചെയ്യുക, അവർ ഒട്ടും പ്രതീക്ഷിക്കുക, അവരിൽ നിന്ന് നമ്മൾ ഇത് ഈ സംഭവം പ്രതീക്ഷിക്കുന്നേ ഇല്ല എന്നുള്ളൊരു ചിന്ത വരും അല്ലേ? അതുപോലെയാണ് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ ഭാര്യ ഇപ്പോൾ ഭർത്താവിനോട് ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരുന്നെന്ന് പറയും. അപ്പോൾ ഇന്ന സ്ഥലത്താണ് പോകുന്നതൊക്കെ പറഞ്ഞ ശേഷം അവൾക്ക് വഴിയിൽ വെച്ചൊരു ഫോൺ കോൾ വന്നേ, അപ്പോൾ അവൾ വഴി തിരിച്ചു വിട്ട് ഭർത്താവിനോട് പറഞ്ഞ പ്ലാനിൽ നിന്ന് വേറെ തിരിഞ്ഞ് ആ വഴിയിലേക്ക് പോയ സമയത്ത് ഇത് ഭർത്താവ് കാണാനിടയായി. അവർ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, നീ എന്നോട് പറഞ്ഞ സ്ഥലത്തല്ലാലും പോയ, വേറെ സ്ഥലത്താണല്ലോ പോയെന്നൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യപ്പെടുക, നമ്മളെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും അല്ലേ? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും, എന്താ, ഇവൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എനിക്ക് പറയാനുള്ള സമയം പോലും തരുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു കാരണം വെച്ചാൽ, ഇവരെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്തയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്നേഹക്കുറവ്, ഒരു അകൽച്ച വരാൻ തുടങ്ങും അല്ലേ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു അകൽച്ച വരും. അതുപോലെയാണ് നമ്മൾ കാര്യം അറിയാതെ കുറ്റപ്പെടുന്ന സമയത്ത് നമുക്ക് അകൽച്ച വരികയും പിന്നെ നമ്മൾ ചിന്തിക്കും, നമ്മളെ കുറ്റപ്പെടുത്തുന്നൊരു സമയം വരും അല്ലേ? അതായത് അവരെന്നെ കുറ്റപ്പെടുത്തിയല്ലോ, ഞാനൊരു കുറ്റക്കാരിയല്ലേ, എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയല്ലോ, അങ്ങനെ സ്വയം നമ്മളെയും കുറ്റപ്പെടുത്താൻ തുടങ്ങും. നമ്മളെ വിശ്വാസത്തിൽ നമ്മളെ അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ. അതായത് ഇങ്ങനെ മനസ്സിനെ ഒരുപാട് നമ്മൾ സ്വയം മുറിവേൽപ്പിച്ചതും മറ്റുള്ളവരാൽ മുറിവേൽക്കപ്പെട്ടതുമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ ദാമ്പത്യത്തിലോ അല്ലെങ്കിൽ ബന്ധങ്ങളിലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.